ഓ, ഇന്ന് എന്തായാലും വരുമെന്ന് തോന്നുന്നില്ല. വന്നില്ലേ കൊള്ളാം, മനസമാധാനം ഉണ്ടായേനെ. ചുമ്മാതുള്ള സ്ട്രെസ് എല്ലാം നമ്മുടെ തലയിലേക്ക് ഇട്ട് മനുഷ്യനെ ടെൻഷൻ അടിപ്പിച്ച ഒരു പരുവാക്കും. മലയാളിയാണ്, നാട്ടുകാരനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇങ്ങേര് മറ്റേ ഹിറ്റ്ലറുടെ വകയുള്ള ഏതോ ഐറ്റമാണ്. കർത്താവിന് എന്തോ തെറ്റുപറ്റി കേരളത്തോട്ട് അയച്ചതാണ്. അതെ അതെ, പക്ഷെ അലക്സാണ്ടറിന്റെ ഷൂസിന്റെ സൗണ്ട് കേൾക്കുമ്പോഴേ BP അങ്ങ് ഷൂട്ടപ്പാണ്. ഒന്നാമതേ വീട്ടിലെ പിള്ളേരുടെ ടെൻഷൻസ്, പിന്നെ ഹസ്ബൻഡിന്റെ, പോരാത്തതിന് നാട്ടിലെ പ്രശ്നങ്ങൾ ഒരു വഴിക്കും. എല്ലാം കൊണ്ടും ഒരു പരുവായിരിക്കുക. അതിന്റെ കൂടെയാ ഇതും. പറയുമ്പോ എന്നതാ, മക്കള് കുടുംബമായി കുവൈറ്റില് വർഷാവർഷം നാട്ടിലെ ലീവിന് പോയി അടിച്ചു പൊളിക്കുന്നു. സ്റ്റൈലും ലാവിഷ്നെസ്സും കണ്ട് നാട്ടുകാരും വീട്ടുകാരും വാ പൊളിക്കുന്നു. പിന്നെ എല്ലാം കണ്ട് തിരിച്ചെത്തുമ്പോഴോ ഹോ, തേഞ്ഞ ബാങ്ക് കാർഡും പേയ്മെന്റിന്റെ പെൻഡിങ് നോട്ടിഫിക്കേഷൻസ് മാത്രം. എല്ലാവരുടെ അവസ്ഥ ഇതൊക്കെ തന്നെ. വല്ല നിവൃത്തി ഉണ്ടായിരുന്നേൽ എന്നേ നാട്ടിൽ പോയേനെ. അതെങ്ങനെ? ഇപ്പൊ നാട്ടിൽ പോയാൽ ഒരു രക്ഷയുമില്ല. എന്താണ് രണ്ടുപേരും താമസിച്ചത്? സാധാരണ നേരത്തെ എത്തുന്നതാണല്ലോ. എന്നാ പറയാനാണ്, ഇന്ന് ഭയങ്കര ട്രാഫിക് ആയിരുന്നു. എന്താണ് രാവിലെ തന്നെ ഒരു ചർച്ച? മാനേജർ ഫ്രൈ തന്നെയാണോ? പിന്നല്ലാതെ വേറെ എന്ത് പറയാനാ? അപ്പോ ട്രാഫിക് ആയതുകൊണ്ടായിരിക്കും പുള്ളി ലേറ്റ് ആകുന്നത്. അതെ അതെ, അലക്സാർ എപ്പോ വേണമെങ്കിലും എത്താം. അതുകൊണ്ട് എല്ലാവരും സീറ്റിൽ പോയി ജോലി തുടങ്ങുന്നതാണ് നല്ലത്. നമ്മള് സ്വര പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വല്ലതും പുള്ളി കണ്ടോണ്ട് വന്നാൽ പിന്നെ അറിയാലോ, ഇന്നത്തെ ദിവസം നശിപ്പിക്കും. ഇങ്ങേര് കുറച്ച് സമാധാനം തന്നിരുന്നേ പകുതി ആശ്വാസമായി. പണിയെല്ലാം ചെയ്തോളാം, ആവശ്യമില്ലാത്ത ടെൻഷൻ തരാതിരുന്നാ മതിയായിരുന്നു. അതെങ്ങനെയാ? അങ്ങേര് ഇല്ലെങ്കിൽ ഈ രാജ്യം തന്നെ ഇരുട്ടിലാകുമെന്നല്ലേ പുള്ളിയുടെ വിചാരം? എന്തിനാണോ ഇങ്ങനെ ഓരോരോ ജന്മങ്ങൾ മറ്റുള്ളവരുടെ മനസമാധാനം കളയാൻ? അയ്യോ, ദേ സാറ് വരുന്നു. എല്ലാവരും സീറ്റിൽ പോയിരിക്കും. Good morning. Good morning. Susan? Susan! Where is that quotation for that German company? Sir, that quotation, actually, you told next week, right? What actually? Why Susan like this? പണി ചെയ്യാൻ വന്നാൽ പണി എടുത്തോണം, അല്ലാതെ ചുമ്മാ തരുന്ന സാലറി മേടിക്കാൻ ഞാൻ ആരെയും സമ്മതിക്കത്തില്ല. എന്ത് പറഞ്ഞാലും ഒരു എക്സ്ക്യൂസ്. Sir, What other? No need of any explanation. Complete the work before 11. Okay? Now do fast. ഇന്നും അങ്ങേര് ആരോടോ ഉടക്കി വന്നേക്കോ. ആരെന്തു ചെയ്താലും അനുഭവിക്കേണ്ടത് നമ്മളാണല്ലോ. ഷിബുവിന് അറിയാമല്ലോ, ഈ കൊട്ടേഷൻ നെക്സ്റ്റ് വീക്കിൽ മതിയെന്ന് പറഞ്ഞതാ. ഇപ്പൊ ഉടനെ വേണം പോലും. നമ്മൾ ചുമ്മാതെ ഇരുന്ന് സാലറി മേടിക്കുവാന്നാ അദ്ദേഹത്തിന്റെ വിചാരം. എന്താ ഇവിടെ ഒരു ഡിസ്കഷൻ? See, work is work. I will not entertain anything other than that. You know, ഞാൻ ഉറങ്ങിയിട്ട് എത്ര നാളായിരുന്നു. കിടന്ന് ഉറങ്ങുമ്പോൾ തന്നെ പെൻഡിങ് വർക്ക്സിനെ കുറിച്ചുള്ള ചിന്തയാണ് അറിയുന്നത്. Then I complete it. അത് കഴിഞ്ഞിട്ടേ ഞാൻ ഉറങ്ങത്തുള്ളൂ. See, that's what dedication is. അതാ എനിക്ക് നിങ്ങളുടെ ഓരോരുത്തരിൽ നിന്നും വേണ്ടിയത്. സാറേ, ഫാമിലി ഇഷ്യൂസ്, കുഞ്ഞുങ്ങളുടെ പഠിത്തം, ഇതെല്ലാം